ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. യുഎഫ നാഷൻസ് ലീഗിന് വേണ്ടിയുള്ള പോർച്ചുഗൽ ദേശീയ ടീമിന് അവരുടെ കോച്ച് റോബർട്ടോ മാർട്ടിനസ് പ്രഖ്യാപിച്ചിരുന്നു. ആദ്യ 2 മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള ടീമിൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇടം നേടിയിരുന്നു. ക്രൊയേഷ്യ, സ്കോട്ട്ലൻഡ് ടീമുകൾക്കെതിരെയുള്ള മത്സരങ്ങൾക്കാണ് ശരിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോ ഇടം നേടിയത്. ഹോം മത്സരങ്ങളാണ് പോർച്ചുഗലിന്. നമുക്കറിയാം, യൂറോ കപ്പ് ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ പോർച്ചുഗൽ പുറത്തായിരുന്നു. ഫേവറേറ്റുകളായി വന്ന ടീമായിരുന്നു. യോഗ്യതാ മത്സരങ്ങളിലൊക്കെ തകർപ്പൻ പ്രകടനമാണ് റോബർട്ടോ മാർട്ടിനസിന്റെ കീഴിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ കാഴ്ചവെച്ചിരുന്നത്. പക്ഷേ ടീമിലെ പടലപ്പിണക്കങ്ങളും മറ്റുമാണ് കൂടുതലായി ചർച്ച ചെയ്തത്. ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഈ ഒരു യൂറോ കപ്പിൽ ഒരൊറ്റ ഗോൾ പോലും സ്കോർ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം യൂറോ കപ്പ് ക്വാർട്ടർ ഫൈനൽ പുറത്തായതിനു ശേഷം ആരാധകർക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിന് വേണ്ടിയുള്ള അവസാന മത്സരം താമസിയാതെ കാണാൻ കഴിയുമെന്ന് റോബർട്ടോ മാർട്ടിനസ് അറിയിച്ചിരുന്നു. നിലവിൽ 2 മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള ടീമിലാണ് നിലവിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇടം നേടിയിട്ടുള്ളത്. ഒരുപക്ഷെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ കരിയറിലെ അവസാന മത്സരങ്ങൾക്കായിരിക്കാം ഈ ക്രൊയേഷ്യ അതുപോലെ സ്കോട്ട്ലൻഡ് ടീമുകൾക്കെതിരെയുള്ള ഈ ഒരു മത്സരം. എന്തായാലും സെപ്റ്റംബറിൽ 2 മത്സരങ്ങൾ നടക്കുന്നുണ്ട്. നിലവിൽ ക്ലബ്ബ് ഫുട്ബോളുകൾ ഈ ആഴ്ചയോടെ താൽക്കാലിക വിശ്രമമായിരിക്കും. ക്ലബ്ബ് ഫുട്ബോളുകൾക്കൊക്കെ അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു താൽക്കാലിക ഇടവേള ആയിരിക്കും ക്ലബ്ബ് ഫുട്ബോളുകൾക്ക്. അടുത്ത മാസം വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ അതുപോലെ യുഎഫ നാഷൻസ് ലീഗ് നടക്കുന്നുണ്ട്. അതിൽ പോർച്ചുഗലിന് വരുന്ന മത്സരങ്ങൾ 2 മത്സരങ്ങളും ഹോം മത്സരങ്ങളാണ്. ഇതിനു വേണ്ടിയുള്ള ടീമിലാണ് നിലവിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇടം നേടിയിട്ടുള്ളത്. ഒരു പക്ഷേ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ പുരുഷ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ സൂപ്പർ താരം. നിലവിൽ 130 ഗോളുകൾ നേടിയ ക്രിസ്ത്യാനോ റൊണാൾഡോ നിലവിൽ 39 വയസ്സുണ്ട്. ഇനി വരാനിരിക്കുന്ന വേൾഡ് കപ്പ് 2026 ആ സമയമാകുമ്പോഴേക്കും ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് 41 വയസ്സാവും. 2026 ഫിഫ വേൾഡ് കപ്പിലേക്ക് മറ്റൊരു പ്ലാൻ ആണ് എന്നുള്ളത് റോബർട്ടോ മാർട്ടിനസ് ഓൾറെഡി ഈ ഒരു യൂറോ കപ്പിന് ശേഷം അറിയിച്ചിരുന്നു. അതായത് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ അടക്കമുള്ള വെറ്ററൻ താരങ്ങൾക്ക് ശരിക്കും പോർച്ചുഗൽ ദേശീയ ടീമിൽ വരാനിരിക്കുന്ന അല്ലെങ്കിൽ റോബർട്ടോ മാർട്ടിനസിന്റെ പ്ലാനിൽ 2026 ഫിഫ വേൾഡ് കപ്പിനുള്ള പ്ലാനിൽ സൂപ്പർ താരങ്ങൾ അല്ലെങ്കിൽ ഈ വെറ്ററൻസ് താരങ്ങൾ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നിലവിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് 2 മത്സരങ്ങൾ ഈ ഒരു 2 മത്സരങ്ങൾക്കുള്ള ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. ക്രൊയേഷ്യ അതുപോലെ സ്കോട്ട്ലൻഡ് ടീമുകൾക്കെതിരെ ഈ ഒരു മത്സരത്തിന് ശേഷം ഒരുപക്ഷെ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോർച്ചുഗൽ ദേശീയ ടീമിൽ കാണാൻ കഴിഞ്ഞേക്കില്ല. എന്തായാലും കാത്തിരുന്ന് കാണേണ്ടി വരും റോബർട്ടോ മാർട്ടിനസിന്റെ തീരുമാനം ഏത് രീതിയിലായിരിക്കും എന്നുള്ളത്. എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് 2 മത്സരങ്ങൾ കൂടി എന്തായാലും പോർച്ചുഗലിന് വേണ്ടി കളിക്കാം. അതിനുശേഷമുള്ള തീരുമാനം സൂപ്പർ താരത്തിന് പോർച്ചുഗലിൽ തുടരാൻ കഴിയുമോ എന്നുള്ളത് റോബർട്ടോ മാർട്ടിനസിന്റെ അവരുടെ ഹെഡ് കോച്ച് റോബർട്ടോ മാർട്ടിനസിന്റെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും.